അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡാവോസിലെത്തി. ബ്രിട്ടൻ യുഎസിനെതിരെ പകരച്ചുങ്കം ഏർപ്പെടുത്തണമെന്ന സൂചനകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാൻ ട്രംപ് എത്തുന്നത്. വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, ഇപ്പോൾ ട്രംപ് ഡാവോസിൽ എത്തിയെന്ന വാർത്ത ലഭിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, ഇപ്പോൾ ദാവോസിൽ അദ്ദേഹം അല്പസമയം മുമ്പാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക എക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി അതിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് രീതിയിലുള്ള തീരുമാനങ്ങളാണ്, അതായത് രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഏത് രീതിയിലുള്ള താരിഫ് ഘടനയായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തിക രീതിയായിരിക്കും അദ്ദേഹം പിന്തുടരുക എന്നത് സംബന്ധിച്ച ഒരു രൂപം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നമുക്ക് ലഭ്യമാകുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 7:45, 8 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടാവുക എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതിനും മറ്റൊരു പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് ബ്രിട്ടനും അതുപോലെ തന്നെ 8ഓളം രാജ്യങ്ങൾക്കെതിരെ 10% അധിക താരിഫ് ചുമത്താനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ട്രംപ് അറിയിച്ചിരുന്നു. ഫെബ്രുവരി 1 മുതലാണ് അധിക താരിഫ് ചുമത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഫെബ്രുവരി 1 മുതൽ അധിക താരിഫ് ചുമത്താനുള്ള ഒരു തീരുമാനം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് നടപ്പാക്കുമെന്ന തീരുമാനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പകരം സമാനമായി താരിഫ് ചുമത്തുന്നതിനുള്ള നീക്കം നടത്തുമോ എന്ന ഒരു സംശയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സൂചന ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അത്തരത്തിൽ ബ്രിട്ടന്റെ എക്സ്ചക്കർ ചാൻസലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ധനകാര്യമന്ത്രി എന്നൊക്കെ നമുക്ക് പറയാവുന്ന എക്സ്ചക്കർ ചാൻസലർ റേച്ചൽ റെവീസിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നിലപാട് വരികയും ചെയ്തിരുന്നു. അത് തള്ളിക്കളയാനാവില്ല. അതായത് 10% താരിഫ് ബ്രിട്ടനെതിരെ ചുമത്തുകയാണെങ്കിൽ തിരിച്ചും താരിഫ് ചുമത്താനുള്ള നീക്കം നടത്തും. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കൃത്യമായ ഒരു സൂചന നമുക്ക് ലഭ്യമാകുമെന്നതാണ് അദ്ദേഹം വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നൽകാനിരിക്കുന്ന ആ അഭിസംബോധനയിൽ കൃത്യമായും പരാമർശിക്കപ്പെടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദാവോസ് സന്ദർശനം ഏറെ പ്രസക്തമാകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം ആ പ്രഭാഷണം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം എത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലോകം മുഴുവനും ഈ വെനസ്വേലയുടെ വിഷയത്തിലും അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിൻ്റെ വിഷയത്തിലും എല്ലാം തന്നെ ഒരു പ്രത്യേക അവസ്ഥയിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ലോക എക്കണോമിക് ഫോറത്തിലെ അഭിസംബോധനയ്ക്കുള്ള വരവ് എന്നതും പ്രധാനമാണ്. ബ്രിട്ടൻ യുഎസിനെതിരെ പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന സൂചനകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാൻ ട്രംപ് ഡാവോസിലെത്തിയത്. വിവരം നൽകുകയായിരുന്നു ഐസൺ ജോസ്.